പ്രതിഭേട്ടാ നമസ്കാരം. എന്താ തിരക്കിലാണോ? ഇത് കുറച്ച് മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചുള്ളൂ, നാളെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ മാങ്ങ വെച്ച് മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള അപ്പോൾ പുതിയൊരു റെസിപ്പി നിങ്ങൾക്ക് കാണാം, ഒരു മാമ്പഴ പായസത്തിന്റെ റെസിപ്പി. കാരണം ഞാനൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അതില് എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നല്ല പഴുപ്പെത്തിയ മാങ്ങ എടുത്ത് തൊണ്ടിയെത്തിയിട്ട് നമ്മൾ പുളി അത് കുക്കറിലിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിലിട്ട് വേവിക്കേണ്ടി വരും. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഉടച്ച് അതുപോലെ ആക്കിയിട്ട് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കി. അല്ല, ഇത് ശരിക്കും നല്ല പഴുത്ത മാങ്ങയാണ്. ഏതാണ് ഉപയോഗിക്കുന്നത്? പഴുത്ത മാങ്ങ ഏറ്റവും ബെസ്റ്റ് നീലം മാങ്ങയാണ്. നീലം മാങ്ങ ഇപ്പോൾ അവൈലബിൾ അല്ല, മാങ്ങ മൊത്തത്തിൽ ഷോർട്ടേജ് ആയതുകൊണ്ട് പ്രീതി മാങ്ങ കിട്ടിയാണ്. 3000 ആയിരുന്നു. ഗോതമ്പോ പരിപ്പോ പോലെ നമ്മൾ 1 കിലോ മാങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഗോതമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ലിറ്റർ പായസം കിട്ടും. മറ്റേ പരിപ്പാണെന്നുണ്ടെങ്കിൽ 9 ലിറ്റർ പായസം കിട്ടും. അടയാണെന്നുണ്ടെങ്കിൽ 13 ലിറ്റർ പായസം കിട്ടും. 13 ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര കിലോത്തിന്? 1 കിലോ. 1 കിലോത്തിന്. ഇത് 1 കിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 ലിറ്റർ കൂടുതൽ കിട്ടില്ല. എക്സ്പെൻസീവ് ആണ് ഇപ്പോഴത്തെ വില അനുസരിച്ച്. അപ്പൊ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നല്ല മാംഗോ പൾപ്പായിട്ട് എടുക്കും. ഓക്കെ. ഇത് ശരിക്കും കുഴമ്പ് രൂപത്തിൽ എങ്ങനെയാണ്? നല്ല ഫൈൻ പേസ്റ്റ് ആണോ അതെടുത്തിട്ട് അതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തരികളൊന്നും ഇല്ലാതെ ആയിട്ട് എടുത്തിട്ട് നമ്മള് ചോട് കട്ടിയുള്ള ഏതെങ്കിലും മറ്റേ ഇൻഡാലിയത്തിന്റെ ഉരുളിയോ അല്ലെങ്കിൽ ഓട്ടുരുളിയാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അതിപ്പോ കിട്ടാനും അതിന്റെ ഈ ഹീറ്റിന്റെ അത് കറക്റ്റ് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്ക് ആയി പോകും. നമ്മളിപ്പോ ഇൻഡാലിയത്തിന്റെ ഉരുളിയിലാക്കണം നമ്മള്. അപ്പൊ സ്റ്റവ് കത്തിച്ച് ഇത് നമ്മൾ തേങ്ങാപ്പാല് എന്താണ് ഉപയോഗിക്കുന്നത്? തേങ്ങാപ്പാലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കണേ. പക്ഷെ ഇത് കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് അത്രയും തേങ്ങാപ്പാല് പിഴിഞ്ഞ് ഗ്രൈൻഡറിലിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മള് ഒരു പുതിയ കമ്പനിയുടെ തേങ്ങാപ്പാൽ എത്താണ് ഇത്. സാധാരണ ഇത് പാക്കറ്റ് പാലൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ കണ്ടേക്കണം. അപ്പൊ ഈ സംഭവം നമുക്ക് ഇവിടെ അവൈലബിൾ ആ. കാലടി ചെങ്ങല് ഉണ്ടാക്കണ ഒരു സംഭവമാണ്. നമ്മൾ പോയി കണ്ടായിരുന്നു, പ്ലാന്റ് കണ്ടായിരുന്നു. കോക്കനട്ട് മിൽക്ക് കമ്പനിയുടെ പേര് വാലിസ. നല്ല നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചായിരുന്നു. അപ്പൊ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരും മോശം പറഞ്ഞില്ല. 3 ദിവസം അതിന്റെ ഇതുള്ളൂ. അപ്പൊ തന്നെ കുറവാണല്ലോ. ഗൾഫിലൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് തേങ്ങ പിഴിയേണ്ട അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കൂടി ഒഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വെക്കുമ്പോ തേങ്ങ പിടിക്കാനും അതിനൊന്നും ആൾക്കാരുണ്ടാവില്ല. അത് ചെയ്യാനുള്ള ഒരു സമയവും കിട്ടില്ല. അതാകുമ്പോ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് മാമ്പഴ പായസം വളരെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കല്ലേ. അതിലേക്ക് നമ്മള് നറുനെയ്യ് അല്ലെങ്കിൽ നെയ്യ് നല്ല ഇത് റീമ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് അല്ലേ? ഇത് പഴപ്പായസം കേട്ടോ. ഇത് ഓർഡറുള്ളതാണ്. പഴപ്പായസം പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം അല്ലേ? അതുപോലെ തന്നെ ഏത്തപ്പഴം വേവിച്ചിട്ട് മിക്സിയിൽ ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ഇപ്പോൾ വരട്ടി വെച്ചാണ്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഞങ്ങളൊക്കെ സാധാരണ ഗോതമ്പ് പായസം, അടപ്രഥമൻ അതൊക്കെയാണ് നോർമലി നമ്മൾ കേട്ടേക്കുന്നത്. പക്ഷെ ഇതില് വെറൈറ്റികൾ പല ടൈപ്പുകളുണ്ട്. ചേന കൊണ്ട് ഒരു പായസം ഉണ്ടാകും. ചേന കൊണ്ടുവരിക. ചേന, ക്യാരറ്റ്, പൈനാപ്പിള്, മത്തങ്ങ, കടലപ്പരിപ്പ്, ചെറുപരിപ്പ്. അതാണ് ചെറുപരിപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. എന്തിലും ഉണ്ടാക്കാം. ചക്ക സൂപ്പറാണ്. ചക്കയിൽ ഇത്തിരി നാരുണ്ട്. അപ്പൊ അത് വരിക്കച്ചക്കയാണ്. ഏതായാലും കുഴപ്പമില്ല. വരട്ടാൻ പറ്റുന്ന, അതായത് ചക്ക ഏതായാലും കുഴപ്പമില്ല. നമ്മളതിൽ ശർക്കര ആഡ് ചെയ്യാനുള്ള മധുരം കുറവാണെങ്കിൽ. അപ്പൊ ചട്ടി ചൂടായിട്ട് നമുക്ക് ഒഴിക്കാം. അപ്പൊ ആ നറുനെയ്യിലേക്കാണ് ഇത് നേരെ ഒഴിക്കുന്നത് അല്ലേ? അടി പിടിക്കും. അപ്പൊ നറുനെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷമാണ് നമ്മുടെ ആ മാങ്ങയുടെ പൾപ്പ് നമ്മൾ ആ റെഡിയാക്കിയ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇത് നമ്മള് ഒഴിച്ചതിന് ശേഷം തിളക്കണോ? എന്താണ് അടി പിടിക്കുക? വെള്ളം വറ്റിക്കാനാണ് നമ്മൾ വരട്ടാൻ വേണ്ടിട്ട് ചക്കയൊക്കെ വരട്ടില്ലേ, അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. ശർക്കരയോടെ ആഡ് ചെയ്തിട്ട്. പിന്നെ മറ്റ് പായസങ്ങളെ അപേക്ഷിച്ച് ഇതിന് മധുരം ഇത്തിരി കുറച്ച് ഒഴിച്ചാൽ ശർക്കര. ഈ മാമ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട്. അതുപോലെ പഴത്തിനാകുമ്പോഴും നമ്മൾ ശർക്കര കുറച്ച്, അതായത് പഴത്തിന് 2 കിലോ ശർക്കര അങ്ങനെ മതി. ആ ഒരു തോതിൽ. പിന്നെ മധുരം ചിലർക്ക് നല്ലോണം വേണം. പിന്നെ ഇത് ഈ പഴം ഇത്തിരി പരിപ്പിനേക്കാളും മറ്റുള്ള പായസങ്ങളെക്കാളും ഇത്തിരി ലഹരി ഉള്ള പോലെയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. തലയ്ക്ക് ഒരു വരും.
അത് മധുരത്തിന്റെ എല്ലാ പഴം വരട്ടി പറഞ്ഞതിന്റെ ആ ഒരു ഇത് പറഞ്ഞാൽ ഈ ഒരു തിള വന്നതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഒഴിക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടേ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം. പഞ്ചസാര ചേർത്ത് വേണമെങ്കിൽ ഒന്ന് വരട്ടാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കളർ കിട്ടും. നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ പാക്കറ്റ്, വാലീസിന്റെ ഈ പാക്കറ്റ്, ഇത് 1/2 ലിറ്ററിന്റെ പാക്കറ്റാ. ഇതിലൊരു 1/4 ലിറ്റർ എടുത്തിട്ട് നമ്മൾ ഒരു 1 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്ത്. ഇതില് നമ്മൾ ഇതിപ്പോ 1-ാം പാല് 2-ാം പാല് അതെങ്ങനെ അറിയുന്നത്? ഇത് പ്യൂർ മിൽക്കാണ്. 1-ാം പാൽ എന്ന് പറയുന്നത് ഒട്ടും വെള്ളമില്ലാത്തത്, അതായത് 95% അവർ പറയുന്നത്. ആ നല്ല പാലും കേട്ടോ. അപ്പൊ ഇത് നമ്മള് ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിന്റെ ഒരു പാക്കറ്റിന്റെ പകുതി ചേർത്തോളം ഒഴിച്ചിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അത് 2-ാം പാലായിട്ട്. അവസാനം നമ്മള് ഇത് 1-ാം പാൽ അതാ പാക്കറ്റ് അവർ തന്നെ എടുത്ത് നമ്മൾ വിഷുവായിട്ട് നമുക്ക് വേറെ എന്തൊക്കെ പായസങ്ങളാണ് ഈ തവണ ഓർഡർ ഒക്കെ ഉള്ളത്? വിഷുവിന് നമ്മള് മാമ്പഴ പായസം ഒന്നും പോകില്ല. അതൊന്നും ആരും കഴിച്ച് പരിചയമില്ലാത്ത കാരണം എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. സാധാരണ ഇപ്പൊ കോമൺ ആയിട്ട് ചെയ്യണം ഗോതമ്പുണ്ട്, പാലടയുണ്ട്, പരിപ്പ് പായസം ഉണ്ട്, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, ചന്ദ്രക്കാരൻ മാങ്ങ. അത് നമുക്ക് എവിടെ വന്നാലും കിട്ടണ സംഭവം ചെങ്ങല് കടയിലുണ്ട്. രാവിലെ 8 മണി തൊട്ട് നമ്മള് സദ്യ ആയിട്ടില്ല. അപ്പൊ അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പാഴ്സലായിട്ട് കൊണ്ടുപോകാൻ കണ്ടെയ്നറിലാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മള് പ്രതിഭയുടെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിഷുവൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് പായസമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആവശ്യമുള്ളവരൊക്കെ പ്രതിഭടനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവിടെ വന്ന് രാവിലെ എത്ര മണി തുടങ്ങിയാണ്? 8 മണിക്ക്. 8 മണി തുടങ്ങി സാധനം അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതെന്താണ് പ്രതിഭട? മസാലയാണോ? ഇത് നമ്മൾ ഇതിൽ ചേർക്കണ ചുക്കും ജീരകവും പൊടിച്ച് ചേർത്താണ്. ചുക്കും ജീരകം അതാണല്ലോ അതിന്റെ മെയിൻ കണ്ടന്റ് അല്ലേ? ഇതിന്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാ. ശരിക്കും ചേർക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ പായസത്തിന്റെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും പായസം ഉണ്ടാക്കുമ്പോൾ ആ മാങ്ങയാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ ടേസ്റ്റും ആ ഫ്ലേവർ മാത്രമേ വരാൻ പാടുള്ളൂ. അത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ആളുകൾക്ക് ഈ പറഞ്ഞത് ഈ ചുക്കും ജീരകം ചേർത്തില്ലെങ്കിൽ ഒരു ചുക്കിന്റെ മണമില്ല, അല്ലെങ്കിൽ ജീരകത്തിന്റെ സ്മെല്ല്, അല്ലെങ്കിൽ ഗോതമ്പ് പായസം ഒക്കെ ആണെങ്കിൽ ഏലക്കായുടെ മണമില്ല. ശരിക്കും ആ ഗോതമ്പിന്റെ നാച്ചുറൽ ഫ്ലേവർ എന്ന് വെച്ചാൽ അതാണ് വരുന്നത്. പാലടയിൽ ഞങ്ങൾ ഒന്നും ചേർക്കാറില്ല. എന്ന് പറഞ്ഞാൽ നെയ്യും പാലും അല്ലാണ്ട് വേറെ അടയും അല്ലാണ്ട് വേറെ ഒരു സാധനം പഞ്ചസാര 4 ഐറ്റമുള്ളൂ. അല്ലാതെ ചുക്കോ ജീരകോ അതിൽ ചേർക്കുന്ന സാധാരണ ഈ പാലടയിലും പാൽപ്പായസത്തിലൊക്കെ ചേർക്കുന്നത് ഏലക്കായാണ് സാധാരണ. അത് ചേർക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ആ ഏലക്കായാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഇപ്പൊ ഇതിൽ നമ്മൾ ഇടുമ്പോ ഈ മാമ്പഴം സാധാരണ നമ്മളൊക്കെ പായസം കുടിക്കുമ്പോൾ ഏലക്കായ കിട്ടുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇടങ്ങേറ് പോലെയാണ്. അപ്പൊ അത് പൊടിച്ചിടണം. പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അലിഞ്ഞ് ചേരുകയും ചെയ്യും, കട്ട പിടിച്ച് കിടക്കും. ഇപ്പൊ നമ്മൾ പഞ്ചസാര ചേർക്കാതെ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിത്തിരി വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ കട്ട് ഔത്താത്ത രീതിയിൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ് ഘട്ടമാണത്. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഒരു പാല് വേണി ചേർക്കാം, മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം. മധുരം ഇത്തിരി കുറവായിരുന്നു. നമ്മളിത്തിരി ശർക്കര ഉരുക്കി വെച്ചേർന്ന് അതിലേക്ക് കുറച്ച് ഒഴിച്ച് അപ്പോൾ മധുരമൊക്കെ പാകമാണ്. ഈ മാമ്പഴത്തിൽ മറ്റേ തേങ്ങാപ്പോ അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് വറുത്തിടാം. ഒരു നല്ലോണം തിളച്ചുണ്ട്. നമ്മൾ 1-ാം പാല് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് തിളക്കി തന്നെ ഓഫ് ചെയ്യാം. പിന്നെ അവിടെ ഇരുന്ന് കുറുകൂല. അതൊക്കെ ആയിക്കോളും. നമുക്ക് ഇനി ഇതിന് വറുത്തലാണുള്ള കശുവണ്ടി പരിപ്പ് റെഡിയാക്കാം. കശുവണ്ടിയുടെ മൂക്കണ ഒരു ഇതുണ്ടല്ലോ, ആ പച്ച ടേസ്റ്റ് മാറുന്ന ഇത് നമ്മൾ ഫ്രൈ ചെയ്ത്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ല. മുന്തിരി പായസങ്ങളിലൊന്നും ചേർക്കാറില്ല. എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും അല്ലെങ്കിൽ പശുമ്പാലും വെച്ചല്ല നമ്മൾ ചെയ്യണം. അപ്പം അത് ഈ ഇതിപ്പോ വൈകിട്ട് ഇരുന്നാലും കംപ്ലൈന്റ് ഒന്നും വരില്ല. ഈ മുന്തിരി വരുമ്പോൾ പുളി ഉണ്ടല്ലോ, ഫ്രൈ ചെയ്തിട്ട് ഇടണേ, എന്നാലും
ഇടാറില്ല. സേമിയ പായസത്തിൽ ഇടാറുണ്ട്. ആ നമ്മുടെ വയലൊരു മറ്റേ അടയിലാണെങ്കിൽ അടയുണ്ടാവും, അടപ്രഥമനിലാണെങ്കിലും അടയുണ്ടാവും, ഗോതമ്പിലാണെങ്കിൽ ഗോതമ്പിന്റെ തരി ഉണ്ടാവും, അരിപ്പായസത്തിലാണെങ്കിൽ അരിയുടെ തരി ഉണ്ടാവും. ഇതിലാകുമ്പോ ഒന്നുമില്ല. നമ്മൾ ഈ പായസവും ഇതും മാമ്പഴവും പൾപ്പ് പോലെ ആക്കാണ്. ക്യാരറ്റ് അതുപോലെ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് ഇപ്പൊ നമ്മളിത്തിരി കൂടുതലായിട്ട് മറ്റേ കശുവണ്ടി പരിപ്പോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ അപ്പൊ നമ്മുടെ മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ഗ്ലാസ് ചൂടാറുമ്പോൾ കുടിച്ചു നോക്കാം. നമ്മുടെ പായസം അപ്പൊ പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയുണ്ട്. ഏകദേശം ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇത്ര സമയമല്ലായിട്ടുള്ളൂ. അപ്പോൾ നിഷാദ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാമ്പഴ പായസം ആദ്യമായിട്ട് കുടിക്കണല്ലേ, അപ്പോൾ അങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ പ്രദീപേട്ടൻ്റെ ഒരു വീഡിയോ ഇതിക്ക് മുമ്പ് ചെയ്തായിരുന്നു. അത് കുറച്ച് വൈറലൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രദീപേട്ടൻ്റെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചെങ്ങലുള്ള ഷോപ്പിലാണ്. പ്രദീപേട്ടന് 2 ഷോപ്പുകളാണ് ഉള്ളത്. ഒരെണ്ണം ഒക്കലും ഒരെണ്ണം നമ്മുടെ ചെങ്ങലും. അപ്പോൾ പ്രദീപേട്ടൻ്റെ ഈ മാമ്പഴ പായസം ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചൊക്കെ വന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. പല പല പായസങ്ങൾ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിലും ഇത് സംഭവം ഒരു വെറൈറ്റിയാണ്. ശരിക്കും ആ മാമ്പഴത്തിൻ്റെ ആ ഒരു ശരിക്കും കുത്തുണ്ടല്ലോ, അതും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയൂർ വാങ്ങിയാകുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പ്രിയൂരിനേക്കാൾ നല്ലത് നീലമാണ്. നീലമാണ്. അപ്പോൾ ഇപ്പോൾ ഈ മാമ്പഴമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഒത്തിരി കോസ്റ്റ്ലി ആണ്. ഇപ്പം മേടിക്കാനൊക്കെ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഈ തവണ മാമ്പഴം വളരെ കുറവാണ്. പക്ഷെങ്കിലും പ്രദീപേട്ടൻ്റെ അടുത്ത് വന്ന് ഈ സാധനം ഇത് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വിഷുവിന് സ്പെഷ്യൽ ഐറ്റംസ് പായസങ്ങൾ ഒരു 8 മണി ഒടിക്കും നമുക്ക് ഈ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഏതൊക്കെ പായസങ്ങളാണ്? പാലട, ഗോതമ്പ്, പിന്നെ മാമ്പഴ പുളിശ്ശേരി, പുളിയിഞ്ചി. അപ്പോൾ ഈ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലായിട്ട് വരാം. അതുപോലെ പാഴ്സൽ ബോക്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നമ്പറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പരമാവധി വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡറുകൾ, കല്യാണ ഓർഡറുകൾ, അത് എന്തുണ്ടെങ്കിലും പുള്ളി സ്വീകരിക്കും. ഞാൻ പറഞ്ഞില്ലേ 4000 പേരുടെ വർക്ക് വരെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. ഓക്കെ.